ഞാനും ശ്രീ കെ സി വേണുഗോപാലും യാത്ര ചെയ്തിരുന്ന വാഹനം ഒരു ആക്സിഡൻറ്റ് പുറകര വെച്ചുണ്ടായി. രണ്ടുപേരും മരണപ്പെട്ടു എന്ന് തീരുമാനിച്ച് അത്രയ്ക്ക് ശരീരം കണ്ടാൽ പോലും അറിയാത്ത രീതിയിൽ വികൃതമായ ഞങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഞങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്ന ബഹുമാന്യ ലീഡർ ശ്രീ കെ കരുണാകരൻ, നീ അവനെ വെച്ച് നടത്തിക്കോ. നേരിട്ടാണോ സംസാരിച്ച ഫോണിലൂടെ? നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടി കോൺക്ലേവ് കഴിഞ്ഞ 2-ാം ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ഒരു അസംബ്ലി മത്സരിക്കാനുള്ള ബയോഡാറ്റ നടക്കുന്ന ഒരു 500 പേര് അകത്ത്, 500 പേര് പുറത്തുമായിട്ട് വലിയൊരു ആൾക്കൂട്ടം. അതിൻ്റെ നടുവിൽ വെച്ചാണ് വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. അതായത് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒട്ടേറെ രഹസ്യങ്ങൾ കൂടി അങ്ങേക്ക് അറിയാനുള്ള സാധ്യതയുണ്ട്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി കോഫി തന്നിട്ട് പേഴ്സണലായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് എന്നെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഫോർ ദാറ്റ്. I have political issues, nothing personal, and it is purely political and nothing related to personal, and I will not forgive that. Take it from me. ഞാൻ ഉദ്ദേശിച്ചത് let it be anything. Hear me from one side. നമസ്കാരം. KPCC ഇൻഡസ്ട്രീസ് സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് കിഷോർ ബാബു, അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. അടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണ് താങ്കൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ വരുന്ന ഘട്ടത്തിൽ, അവിടെ നിന്ന് വാർത്താ സമ്മേളനത്തിന് പോകുന്ന ഘട്ടത്തിൽ താങ്കളോട് പാർട്ടി വിട്ടു പോകരുതേ എന്ന് ഒരു KSU പ്രവർത്തകൻ പറയുന്നു. ആ ഒരു റീല് വളരെ വൈറലായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വളരെ വൈകാരികമായി ആ റീല് ഷെയർ ചെയ്യുന്നുമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ രക്തസാക്ഷിയാകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ BJPയിലേക്ക് അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് ചിന്തയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? തുടക്കത്തിൽ തന്നെ പറയട്ടെ, KPCC ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാൻ എന്ന പ്രയോഗം തെറ്റാണ്. അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അത് 5-ാം തീയതി വരെ ഞാൻ KPCC ഇൻഡസ്ട്രീസ് സെല്ലിൻ്റെ ചെയർമാൻ ആയിരുന്നു, ഇപ്പോൾ അല്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ടാണ് ഈ മാസം 5-ാം തീയതി ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുകയും ആ പത്രസമ്മേളനം നടത്തുകയും ചെയ്തത്. ആ വൈറലായ ഒരു റീല് അത് ശരിക്കും ഞാൻ പത്രസമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്ലോട്ടിന് വേണ്ടി ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയുടെ റൂമിൽ അല്ലെങ്കിൽ ചേംബറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി അവിടെ വരുന്നത്. നിയാസ് അല്ല, അൻസിൽ. അത് KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തെ സംഘടനാ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് ആലപ്പുഴ നഗരത്തിലുള്ള പ്രവർത്തകരിൽ ഏറ്റവും അടുപ്പമുള്ള ഒരു ചെറുപ്പക്കാരൻ, വളർന്നു വരുന്ന ഒരു KSUക്കാരൻ എന്നുള്ള നിലയിൽ ഞാനും ഈ വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു പയ്യനാണ്. അപ്പോൾ സ്നേഹപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥനയുടെ പ്രകാരം ആണ് അവിടെ വന്നത്. അല്ലാതെ ഒരു ബലപ്രയോഗമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു ശ്രമം എന്നുള്ള രീതിയിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെയോ നിർദ്ദേശിച്ചതിൻ്റെ അനുസരിച്ച് പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തണം. ആരെയോ ഫോണിൽ വിളിച്ചു തരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. അതെ, നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. കാരണം പലർക്കും ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം എൻ്റെ കരിയർ തുടങ്ങുന്നത് 84-ൽ KC വേണുഗോപാൽ KSU പ്രസിഡൻ്റായി കഴിഞ്ഞതിന് ശേഷം 87 മുതൽ സജീവമായി ഇത്രയും വർഷം നിൽക്കുന്ന ഒരാൾ ഒരു വൺ ഫൈൻ മോർണിംഗിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിലെ ലീഡർഷിപ്പിലുള്ള ഇന്നത്തെ ലീഡർഷിപ്പിലുള്ള ആർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഒരു നിർബന്ധപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ഒരു തലയ്ക്ക് എനിക്ക് തോന്നുന്നു KC വേണുഗോപാൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫോൺ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അതെ, അങ്ങനെ നിരവധി പേരുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. ഞാനൊരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് അതിൻ്റെ ബ്രിമ്മിൽ നിൽക്കുമ്പോൾ പിന്നീട് സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതിൽ നിന്ന് വളരെ 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 ദൂരം അതിനൊക്കെയുള്ള സമയം അവസരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രോപ്പറായിട്ട് ആരും അതിനകത്ത് ഇൻവോൾവ് ആയില്ല എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അവരുടെ ചിന്തകളുമായിട്ട് പോകുന്നതാണ്. ഒരുത്തിനും കൂടി പാർട്ടിയിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സേഫായി അവരുടെ കുറച്ചുകൂടെ സേഫ് സോണിലായി എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായത്. കാരണം ഞാനും ശ്രീ KC വേണുഗോപാലുമായി ഉള്ള ആ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ തലമുതിർന്ന 4-5 നേതാക്കന്മാരോട് ഞാൻ വളരെ പേഴ്സണലായി ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് അതെന്നെ എന്തുമാത്രം ഹേർട്ടഡ് ആക്കി എന്നുള്ളത് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ അവരെല്ലാം ശരി, ഞങ്ങളത് ചെയ്തോളാം, ബാക്കി നോക്കിക്കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഈ സംഭവം ഉണ്ടായി ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നു അദ്ദേഹമായിട്ടുള്ള
ഡൽഹിയിലെ വസതിയിലെ വെച്ചുള്ള ഫോട്ടോ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സമയത്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് എല്ലാവർക്കും അവരുടെ ഒരു തനിപ്പിടുത്തം, പാർട്ടിയിലെ ഒരാൾക്ക് വേദന ഉണ്ടായാൽ ആ വേദന അയാളുടെ പേഴ്സണലായിട്ട് മാറി അയാളിൽ തന്നെ അത് സംസ്കരിച്ച് പോകണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി ഒരു തനിപ്പിടുത്തമാണ്. ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് വളരെ ഫ്രാങ്കായിട്ട് ചോദ്യം ചോദിക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഇലക്ഷനിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു ചുമതല ഉൾപ്പെടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രചരണത്തിൻ്റെ ചുമതലയല്ലായിരുന്നു, എനിക്ക് കുടുംബയോഗങ്ങളുടെ ഓക്കെ, ഔദ്യോഗികമായ ചുമതലയായിരുന്നു. അതും ഒരു പ്രചരണത്തിൻ്റെ ഏറ്റവും പെനട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് ഏത് തെരഞ്ഞെടുപ്പിലും കുടുംബയോഗം എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് വോട്ടേഴ്സ് ഒരു മൈക്രോ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണല്ലോ ഈ കുടുംബയോഗം എന്ന് പറയുന്നത്. അത് അതിവിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ട ഒരു മേഖലയാണ്. അല്ലാതെ എൻ്റെ ചോദ്യം ഇതാണ്, അത്രയും അടുപ്പം നമ്മൾ സാധാരണ ഇത്തരം ചുമതലകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തരെയാണ് ഏൽപ്പിക്കുക സാധാരണ പൊളിറ്റീഷ്യന്മാർ. അത്രയും അടുപ്പം ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം എങ്ങനെയാണ് പുലയുന്നത്? അല്ല, അടുപ്പം ഇതിനെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം അടുപ്പം കൊണ്ടുണ്ടായതോ അല്ലെന്നുണ്ട് എന്നുള്ള വിശ്വാസ്യതയോ കൂടുതലോ കൊണ്ടോ ഒന്നുമല്ല. ഞാനതിന് യോഗ്യനാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹമായിട്ടുള്ള അടുപ്പം തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷത്തോളമായി. വളരെ ദീർഘമായ അടുപ്പമായിരുന്നു. ഞാനും ശ്രീ കെ സി വേണുഗോപാലും യാത്ര ചെയ്തിരുന്ന വാഹനം ശ്രീ കെ കരുണാകരൻ, ലീഡർ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 1991 ഒരു ആക്സിഡൻറ്റ് കൊടകര വെച്ചുണ്ടായി. 2 പേരും മരണപ്പെട്ടു എന്ന് തീരുമാനിച്ച് അവസാനം അത്രയ്ക്ക് ശരീരം കണ്ടാൽ പോലും അറിയാത്ത രീതിയിൽ വികൃതമായ ഞങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഞങ്ങളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്ന ബഹുമാന്യായ ലീഡർ ശ്രീ കെ കരുണാകരൻ 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ വരികയും വേണ്ട പരിചരണങ്ങൾ നൽകുകയും വിദഗ്ധ ചികിത്സ നടത്തി ഞങ്ങൾ 2 പേരുടെയും ജീവൻ, അപ്പം അത്ര ജീവൻ നഷ്ടപ്പെടുന്ന അവസരത്തിൽ പോലും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എത്രമാത്രം ഹാർട്ടഡായ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ഹത്യ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യരുടെ മുമ്പ് വെച്ച് സ്വന്തം വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ പുലഭം പറയുക എന്നുള്ളതാണ്. അതെൻ്റെ മക്കളായാലും ശരി, എൻ്റെ ഭാര്യയായാലും ശരി, എൻ്റെ സുഹൃത്തുക്കളായാലും ശരി, എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളായാലും ശരി. ഞാനൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. 27 വർഷമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ആളാണ്. എൻ്റെ കൂടെ വരുന്ന എഞ്ചിനീയറിംഗ് കൊച്ചുകുട്ടികളോടൊക്കെ ഞാൻ അത് പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും, അദ്ദേഹമാണ് ഓഫീസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദേവിയ കൺസ്ട്രക്ഷൻ ആണ് സ്ഥാപനത്തിൻ്റെ പേര്, വൈഫിൻ്റെ പേര് പ്രിയ എന്നാണ്. പ്രിയ എന്നോട് എപ്പോഴും പറയും, ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടികളെ പറയുക മാറ്റി വെച്ച് നിങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, കാര്യം കുട്ടികളാണ്, അവർക്കത് ഹാർട്ടഡായി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എനിവൺ. വി ഹാവ് ടു ബിഹേവ് യുവർസെൽഫ് പ്രോപ്പർലി എന്നെ എൻ്റെ വൈഫ് ഉപദേശിക്കാറുണ്ട്. അപ്പം അത് വളരെ മോശമായ രീതിയിൽ ഹർട്ടഡായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കെ സി വേണുഗോപാലുമായി ഇൻസിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സഹപാഠിയും ഞങ്ങളുടെ സഹപ്രവർത്തകയും എൻ്റെ ഒരു സഹോദരി തുല്യല്ല സഹോദരിയെ പോലെ തന്നെ ഷാനിമോളുടെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. അവരുടെ സെറ്റിയിൽ നനയുന്ന രീതിയിൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു. ഷാനിമോൾ എന്നെ സമാശ്വസിപ്പിച്ച് വിട്ടു. അപ്പോൾ ഞാൻ അത്രയ്ക്ക് എനിക്ക് ഐ ബ്രോക്കൺ ഇൻ പീസസ് ഇൻ സച്ച് എ മാനർ വിച്ച് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇൻ എ പബ്ലിക് ഡൊമൈൻ. സച്ച് എ കൈൻഡ് ഓഫ് ടോർച്ചർ ഐ ഹാഡ്. അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാവരോടും സംസാരിച്ചു. അവരാരും ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല. എല്ലാവരും ഇതൊരു തമാശയായിട്ടെടുത്തു. പക്ഷേ ഈ തമാശ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ എനിക്കങ്ങനെ സറണ്ടർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും ലാഭം ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടുള്ള ഒരു ഇൻറ്റഗ്രിറ്റിയാണ്. ആ ഇൻറ്റഗ്രിറ്റിയെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അതിൽ കയറി നൃത്തം ചവിടാൻ അത് ആര് ശ്രമിച്ചാലും, അത് കെ സി വേണുഗോപാൽ ആയാലും ശരി, അതിന് മുകളിലുള്ള ആരായാലും ശരി, ഐ വിൽ റിവേർട്ട് മൈസെൽഫ് ഇൻ മൈ ഓൺ വേ ആൻഡ് ഹാവ് ഡൺ ഇറ്റ്. എന്തായിരുന്നു ആ ഇൻസിഡൻറ്റ് എന്നുള്ളത് പറയാൻ പറ്റുമോ? വളരെ സിമ്പിളാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നെടുനായകന്മാരായി ഇന്ന് ജനം വീക്ഷിക്കുന്ന ശ്രീ വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിലുള്ള ഗ്രൂപ്പ് വൈരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. കെ പി സി സി ഇൻഡസ്ട്രീസ് ചെയർമാൻ എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് ജനുവരി മാസം 17-ാം തീയതി ഒരു ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടന്നു. ആ കോൺക്ലേവ് എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള 3ാമത്തെ കോൺക്ലേവാണ്. ആദ്യമായി നടന്നത് എഡ്യൂക്കേഷൻ കോൺക്ലേവും, രണ്ടാമത് നടന്നത് ഹെൽത്ത് കോൺക്ലേവും, മൂന്നാമത് നടന്നതാണ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവ്. അപ്പോൾ ഇതിൻ്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പാർട്ടിയിൽ കോൺഗ്രസ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയിൽ AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയെയും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും പങ്കെടുപ്പിക്കണ്ടേ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം തന്ന മറുപടി എനിക്ക് ലോജിക്കലി കറക്റ്റായിട്ട് തോന്നി. കാരണം എന്നോട് പറഞ്ഞത് നമ്മൾ നടത്തുന്നത് എറണാകുളത്ത് വെച്ചാണ്.
എറണാകുളം ജില്ലയിൽ 4 MP മാരുണ്ട്. ഹൈബി ഈഡനുണ്ട്, ബെന്നി ചേട്ടനുണ്ട്, മെത്തറുണ്ട്, ജെബി മെത്തറുണ്ട്. ഇടുക്കി ജില്ലയുടെ കുറച്ച് ഭാഗം എന്നുള്ള നിലയിൽ ഇടുക്കി MP യും അത് എറണാകുളത്ത് നടക്കുന്ന പ്രോഗ്രാമിൽ ഔദ്യോഗികമായി പ്രോട്ടോകോൾ അനുസരിച്ച് ക്ഷണിക്കപ്പെടേണ്ട ആളാണ്. പിന്നെ 8-10 MLA മാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനമായി മാറും. നമ്മുടെ കൺസെപ്റ്റ് അതല്ല. UDF ലീഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതിനെ എങ്ങനെ ക്രോഡീകരിക്കാമെന്നുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു കോൺക്ലേവായി ഇത് മാറണം. അർത്ഥവത്തായിട്ടുള്ള സമ്പുഷ്ടമായുള്ള ചർച്ചകളായിട്ട് ഇത് മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വെർട്ടിക്കൽസിലും ലീഡർഷിപ്പ് നയിക്കുന്ന ഇൻഡസ്ട്രിയൽ ലീഡർഷിപ്പിലുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അതിനെ സമന്വയിച്ചുകൊണ്ട് ഒരു നമ്മളൊരു മാനിഫെസ്റ്റോയിലേക്ക് കടക്കുമ്പോൾ, UDFൻ്റെ മാനിഫെസ്റ്റോയിലേക്ക് കടക്കുമ്പോൾ അതിലൊരു മുഖപത്രമായി മാറത്തക്ക രീതിയിൽ ഈ ചർച്ചകൾ കൺവെർട്ടഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കോൺക്ലേവിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇത് ഉദ്ഘാടനവും സ്വാഗതവും സമാപനവും ദീർഘമായ പ്രസംഗവും നടത്താനുള്ളൊരു വേദിയല്ല. ആ ഒരു മാനസിക നിലയിലേക്ക് ഉയരുവാൻ ആലപ്പുഴയുടെ MP സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപജയമാണെന്നുള്ളത് എന്താ ഞാൻ പറയുക. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചില്ല എന്നുള്ളതിൽ നേരിട്ട് സ്ട്രൈറ്റ് അവേ അത് തന്നെയാണ് പറഞ്ഞത്. നീ അവനെ വെച്ച് നടത്തിക്കോ. നേരിട്ടാണോ സംസാരിച്ച? ഫോണിലൂടെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് കോൺക്ലേവ് കഴിഞ്ഞ 2-ാം ദിവസമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 2-ാം ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ഒരു അസംബ്ലി മത്സരിക്കാനുള്ള ബയോഡാറ്റ നടക്കുന്ന ഒരു 500 പേര് അകത്ത്, 500 പേര് പുറത്തുമായിട്ട് വലിയൊരു ആൾക്കൂട്ടം. അതിൻ്റെ നടുവിൽ വെച്ചാണ് വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ മോശമായ ഒരു പരാമർശവും കേൾക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. അങ്ങനെയുള്ള പരാമർശത്തിൽ ഞാൻ സറണ്ടർ ചെയ്യുന്ന ഒരാളുമല്ല. ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻ. ഈ കേസിൻ്റെ കൂടെ ഒരുപാട് നാൾ ഉണ്ടായ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന സാഹചര്യത്തിൽ ചോദിക്കുകയാണ്, കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. അതായത് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും പലതരത്തിൽ നിന്നുള്ള ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയ സംഭവങ്ങളാണെങ്കിലും ഒട്ടേറെ രഹസ്യങ്ങൾ കൂടി അങ്ങേക്ക് അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? എന്നെ ഇവിടെ വിളിച്ചു വരുത്തി കോഫി തന്നിട്ട് പേഴ്സണലായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് എന്നെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഫോർ ദാറ്റ്. ഐ ഹാവ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, നത്തിങ് പേഴ്സണൽ, ആൻഡ് ഇറ്റ് ഈസ് പ്യൂർലി പൊളിറ്റിക്കൽ ആൻഡ് നത്തിങ് റിലേറ്റഡ് പേഴ്സണൽ, ആൻഡ് ഐ വിൽ നോട്ട് ഫോർബിഡ് ദാറ്റ്. ടേക്ക് ഇറ്റ് ഫ്രോം മീ. ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ഹിയർ മീ ഫ്രം വൺ സൈഡ്. KC വേണുഗോപാൽ KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ആയപ്പോൾ അദ്ദേഹത്തിന് നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാ സപ്പോർട്ട് കൊടുത്ത ഒരാളാണ് ഞാൻ. പക്ഷേ AICC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഡൽഹി രാഷ്ട്രീയത്തിൻ്റെ ശീതളഛായയിലേക്ക് അദ്ദേഹം കയറിക്കഴിഞ്ഞപ്പോൾ പഴയ KC വേണുഗോപാലല്ല ഇപ്പോഴത്തെ KC വേണുഗോപാൽ. ഒരു പരകായ പ്രവേശം കയറിയ ഒരു ശരീരമായി പഴയ KC വേണുഗോപാൽ പുതിയ രൂപത്തിൽ ഭാവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ലോകം ആരാധിക്കുന്ന മലയാളിയായ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൻ്റണി പെരുമ്പാവൂർ. മോഹൻലാൽ എന്ന മഹാനടൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സബ്ജക്റ്റിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യും, അദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന ആൻ്റണി പെരുമ്പാവൂർ കാണിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്കില്ലിൻ്റെ 1% KC വേണുഗോപാൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നീ ഗതി വരില്ലായിരുന്നു. 16 ദിവസം രാഹുൽജി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യനെ നടത്തിച്ചു. ഏത് സ്റ്റേറ്റിൽ നടത്തിച്ചു? ബീഹാറിൽ. ഒരു ദിവസം ഒരു MLA വെച്ചെങ്കിൽ കാട്ടിൽ 16 MLA കിട്ടിയിരുന്ന സ്ഥലത്ത് അതുപോലുമില്ലാതെ കഴിഞ്ഞ കൗണ്ടിങ്ങിൽ നിന്ന് താഴെ വന്നിട്ട് ഒരു മാരുതി 800 കയറ്റാവുന്ന MLA മാരുമായിട്ട് തിരിച്ചു വന്നു. എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയത് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ഈ ബീഹാർ ഇലക്ഷന് ശേഷം ആ 6 MLA മാരും NDAയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു പ്രസ് മീറ്റ് അല്ല, ഒരു ബൈറ്റ്, ഞങ്ങളുടെ 6 MLA മാരും എങ്ങും പോയിട്ടില്ല, അവരെല്ലാം ഞങ്ങളുടെ ഹാ ഹാ ഹാ. എന്തൊരു അധപ്പതനമാണ് ഈ പാർട്ടിയുടെ, എന്തൊരു അധപ്പതനമാണ്. ഞാൻ ക്രിറ്റിസിസത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ദേശീയ തലത്തിൽ ഈ പ്രസ്ഥാനത്തെ നാശത്തിലേക്ക് നയിക്കുവാൻ KC വേണുഗോപാലിൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനവും അതിനുള്ള വളം വയ്ക്കലാകുന്നു എന്നുള്ളതാണ് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പരകായ പ്രവേശം നടത്തിയ ഒരു ശരീരമായി മാറിയിരിക്കുന്നു KC വേണുഗോപാൽ. KSU പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായി ഞങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്ക് ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചിരുന്ന KC വേണുഗോപാൽ ഇന്ന് എവിടെയോ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.
സുഖലോലുപതയുടെ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മത്തിനടിമയായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരെയും ഭയമില്ല, അദ്ദേഹത്തിന് ആരോട് ബഹുമാനമില്ല, അദ്ദേഹത്തിന് ആരോട് സ്നേഹമില്ല, അദ്ദേഹത്തിന് ആരോടും പ്രതിബദ്ധതയില്ല, അദ്ദേഹത്തിനോട് ഒരു ബന്ധവുമില്ല. ഒരു റോബോട്ടിക് മൂവ്മെൻ്റാണ്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഒരു വികാരമില്ലാതെ ഒരു റോബോട്ടിക് മൂവ്മെൻറ്റ് ടു എവ്രി വൺ. ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ആ ഒരു 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 മാനസിക സ്റ്റേജ്, അത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയും, അതിലെത്തിയിരിക്കുന്നു അദ്ദേഹം. നാളുകളിൽ നിങ്ങൾക്കറിയോ, മാധവൻ എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അറിയുമോ? എത്രാം നൂറ്റാണ്ടിലാണെന്ന് അറിയാമോ? ഓർമ്മയുണ്ടോ? 13-ാം നൂറ്റാണ്ടിലാണ്. ആ 13-ാം നൂറ്റാണ്ടിൽ മാധവനെ കുറിച്ച് ഇന്ന് റിസർച്ച് നടക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് ഓലകളിൽ എഴുതിയ ഓലയാണിയിൽ എഴുതുന്ന ആ സാധനം വെച്ച് എഴുതിയത് ന്യൂട്ടൺ മാധവൻ ഫിലോസഫി തിയറി എന്ന് പറഞ്ഞ് ഇന്നും വേൾഡ് മുഴുവൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ എഴുതി, എപ്പോൾ എഴുതി, ഇതിലൂടെ എഴുതി. അതുപോലെ ദീർഘകാലം വേണ്ടതിന് വളരെ പെട്ടെന്ന് തന്നെ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധപതനത്തിൽ KC വേണുഗോപാൽ എന്ന വ്യക്തിക്കുണ്ടായിരുന്ന കർത്തവ്യങ്ങൾ എന്തായിരുന്നു? കാരണം ഇതൊരു സെഞ്ച്വറി ലോങ് ഒരു പാർട്ടി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന് കാരണഭൂതനായതിനെക്കുറിച്ച് പഠിക്കുവാൻ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും വരും. KC വേണുഗോപാലിനെ കുറിച്ചായിരിക്കും അതിൻ്റെ പഠനത്തിൽ വന്ന് നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി കൊണ്ട് തള്ളിവിട്ടില്ലേ? ഓക്കെ, ഈ പോഡ്കാസ്റ്റ് തുടരുകയാണ്. അഡ്വക്കേറ്റ് കിഷോർ ബാബു ആയിട്ടുള്ള നമ്മുടെ സംസാരം തുടരും.